ഫാഷൻ ക്രിയേഷൻസ്. ഫ്രണ്ട്സ്, ആദ്യം തന്നെ 1000 താങ്ക് യു. എന്തിനാണെന്നറിയാമോ ഫ്രണ്ട്സ്? എൻ്റെ ഈ കൊച്ചു യൂട്യൂബ് ചാനൽ നിങ്ങൾ 1K എത്തിച്ചു. അതിന് വേണ്ടിയിട്ട് ലോട്ട് ഓഫ് താങ്ക് യു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. ഇത് എനിക്ക് സർപ്രൈസ് അല്ലെങ്കിലും നിങ്ങൾക്കൊരു സർപ്രൈസ് ആണ് കേട്ടോ ഫ്രണ്ട്സ്. എന്താന്നല്ലേ? അപ്പോൾ ആ അപൂർവമായ നിമിഷത്തിലേക്ക് നമുക്ക് പോകാം. നമുക്ക് എന്താണെന്ന് അൺബോക്സ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ പെട്ടി, ആഹ്ലാദപൂർവമായ ഈ പെട്ടിയിലാണ് നിങ്ങളുടെ സർപ്രൈസ് ഇരിക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് അൺബോക്സ് ചെയ്യണമെങ്കിൽ എല്ലാവരും താഴെ പോയ ഒരു ലൈക്ക് ബട്ടൺ ഇട്ടേക്കണം. ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തേക്കണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് തുറക്കാം. ആകാംക്ഷഭരിതമായ നിമിഷങ്ങൾ വരുകയാണ് കൂട്ടുകാരെ. കുറേ ബൊക്കെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇവിടെ ഈ ഗിഫ്റ്റ് എന്തായിരിക്കും, ഈ സർപ്രൈസ് എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാമെങ്കിൽ കമൻറ്റിൽ ഇടുന്നേ ഫ്രണ്ട്സ്. എന്താണെന്നറിയാമോ? ആദ്യം തന്നെ ഒരു കാർഡുണ്ട്. എൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ ഫ്രണ്ട്സ്. സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും പിടിയിട്ടിട്ടുണ്ടാവും എൻ്റെ ബാക്കിയുള്ള സർപ്രൈസ് എന്താണെന്ന്. നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെയാണ് the great one and only my trophy. ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? കാണാൻ നല്ല ലുക്ക് ഇല്ലേ ഫ്രണ്ട്സ്? കമൻറ്റ് ചെയ്തേക്കണ ലുക്ക് ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു ഫ്രണ്ട്സ്. ട്രോഫി എനിക്ക് എന്തിനാ കിട്ടിയെന്ന് നിങ്ങൾ ആലോചിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞുതരാം. ഈ ട്രോഫി തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ, ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഈ പ്രൈസ്, അതായത് ഈ വലിയ പ്രൈസ് എനിക്ക് ഇംഗ്ലീഷ് റെസിറ്റേഷന് കിട്ടിയതാണ്. ഈ വലിയ പ്രൈസ് ബി പ്രൈസ് ആണ് കേട്ടോ ഫ്രണ്ട്സ്. എനിക്ക് ഇംഗ്ലീഷ് എലക്വേഷൻ അല്ല റെസിറ്റേഷന് കിട്ടിയത്. അപ്പോൾ ബി പ്രൈസ് റെസിറ്റേഷനും, പിന്നെ അടുത്ത എന്താണെന്ന് അറിയണ്ടേ? ഇംഗ്ലീഷ് എലക്വേഷൻ സി പ്രൈസുമാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇംഗ്ലീഷ് എലക്വേഷൻ. അപ്പോൾ ഇത് ബി പ്രൈസ്, ഇത് സി പ്രൈസ്. ഇത് ബി പ്രൈസ് കിട്ടി എന്തിനാണ്? അതേ, നിങ്ങൾ പറഞ്ഞത് തന്നെ, ഇംഗ്ലീഷ് റെസിറ്റേഷൻ. സി പ്രൈസ് കിട്ടിയത് എന്തിനാണ്? അതേ, ഇംഗ്ലീഷ് എലക്വേഷൻ. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, അതുപോലെ തന്നെ ആദ്യം കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരം ഫാൻസും പ്രേക്ഷകരും ഒക്കെ നിങ്ങൾ ഈ വീഡിയോ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എൻ്റെ ഒരു കുഞ്ഞ് കട്ട്ലറ്റിൻ്റെ റെസിപ്പിയും കൂടി കാണാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പം നിങ്ങൾ ഇവിടെ എൻജോയ് എല്ലാം ചെയ്തിരിക്കുമ്പോഴത്തേക്ക് ഒരു കുക്കിംഗ് വിട്ട് ഞാനൊരു കളിയില്ല. അപ്പം നേരെ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ അൺബോക്സിങ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമുക്കൊരു ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. ചിക്കൻ കട്ട്ലറ്റാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പം നേരെ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ സൗണ്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? അപ്പോൾ വ്യത്യാസം തോന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണേ. ഇപ്പോഴത്തേക്ക് ഞാനെന്ന് പറഞ്ഞേക്കാം ഫ്രണ്ട്സ്, എനിക്ക് ചെറിയൊരു പനിയാണ് കേട്ടോ ഫ്രണ്ട്സ്. അതും പറഞ്ഞാൽ നമ്മുടെ എനർജിയിലൊന്നും നമുക്ക് ബാധിക്കത്തില്ല, അത് പ്രശ്നമേ അല്ല. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ജിഞ്ചർ, ഗാർലിക്, ചില്ലി, ഒനിയൻ ഇതെല്ലാം വെച്ച് ചെറിയ പീസായിട്ട് നമ്മൾ അരിയാൻ പോവുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. 3, 2, 1. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുള്ളത് കൊണ്ട് എന്തായാലും സിമ്പിളാണ് ഇതെല്ലാം അരിയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് അരിയേണ്ടി വരും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെ കാരണം ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ അമ്മയെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനെയാണ് വരേണ്ടത്, കുഞ്ഞുഞ്ഞാ വരണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റിക്കാം. ഇനി ഇവിടെ ഉരുളക്കിഴങ്ങ് വേവിച്ചതും പിന്നെ ചിക്കന് വേവിച്ചതും ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ചിക്കൻ എടുക്കുമ്പോൾ നിങ്ങൾ കാര്യം ഓർക്കണം, അത് എല്ലില്ലാത്തത്, അത് ബോൺലെസ് ചിക്കൻ വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളൊരു പാനിലോട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ എണ്ണ ചൂടാകുന്നതിന് നമുക്കൊന്ന് കാത്തിരിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ മുമ്പേ ചോപ്പ് ചെയ്ത് വെച്ചാൽ മിക്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നല്ല മണമാണ് കേട്ടോ ഫ്രണ്ട്സ്, നല്ല വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മസ്റ്റ് ട്രൈ സ്നാക്സ് ആണ് കേട്ടോ ഫ്രണ്ട്സ്. അതായത് നിങ്ങൾ സ്കൂളിലൊക്കെ
അമ്മമാർക്ക് വേണ്ടി പ്രത്യേകം കൊച്ചുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഇന്നൊരു സ്നാക്കൊക്കെ കണ്ട സന്തോഷമായിട്ട് ആ ദിവസമൊക്കെ എടുക്കത്തില്ല ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നല്ല ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ് എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫ്രണ്ട്സ്. ഞാൻ കുക്ക് ചെയ്ത കുറേ വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസിൻ്റെ എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോയും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തേക്കണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് 1K 2K ആയി 2K 3K ആയി 4K ആയി അങ്ങനെയൊക്കെ പോകും കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇത് നമുക്ക് വഴറ്റിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ പൊട്ടറ്റോ സ്മാഷ് വേവിച്ചത് സ്മാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ല കട്ടിയായിരിക്കും കേട്ടോ ഫ്രണ്ട്സ്. ഇനിയോ ജസ്റ്റ് ഒന്നിത് ഫ്രണ്ട്സ് അല്ലേ, നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമ്മൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുള്ളൊരു ഇതുമായിരിക്കും കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെല്ലാ പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെന്തുവാ ഫ്രണ്ട്സ് പെരുംജീരകപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്, അത് മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴും നല്ല മണം തന്നെ വരുന്നോണ്ടിരിക്കുന്നുണ്ട്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാല എല്ലാം കൂടി ചേർത്ത് നല്ല സൂപ്പർ മണം നന്നായിട്ട് ഇങ്ങോട്ട് അടിച്ച് കയറുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. ഇതിൻ്റെ അകത്ത് നമ്മുടെ കറി ലീവ്സൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. എന്നിട്ട് സൂപ്പർ മണമാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇത് ഇളക്കി ഇപ്പോൾ എനിക്ക് തോന്നിയത് ഇതാണ് കേട്ടോ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് ഈ ചിക്കന് ഞാനും മാച്ചാണ് കേട്ടോ ഫ്രണ്ട്സ്. ചിക്കനും മഞ്ഞ എൻ്റെ ഉടുപ്പും മഞ്ഞ. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഈ മിക്സ് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം കേട്ടോ ഫ്രണ്ട്സ്. ഇത് നല്ല റൗണ്ട് ആയിട്ട് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇപ്പോൾ തന്നെ നല്ല മണം അടിക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ കഴിക്കുമ്പോൾ എന്തോ ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കേ ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇത് എല്ലാത്തിലും മുക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ് കണ്ടേ ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സ്. ഒരെണ്ണം കൂടി. ഇനി നമുക്കൊന്ന് മരുന്നിട്ടാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ട്രിപ്പ് നമുക്ക് എടുക്കാം കേട്ടോ ഫ്രണ്ട്സ്. നല്ല രസം കേട്ടോ ഫ്രണ്ട്സ് ഇത് കാണാൻ. അപ്പോൾ ഇതെല്ലാം റെഡിയായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഫ്രണ്ട്സ് തന്നെ നമ്മുടെ ചിക്കൻ കട്ട്ലറ്റ് റെഡി ആയിരിക്കുന്നു കേട്ടോ ഫ്രണ്ട്സ്. കാണുമ്പോൾ തന്നെ എന്ത് കൊതിയാണ് ഫ്രണ്ട്സ്. അതിൻ്റെ നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും ഫ്രണ്ട്സ്. അതിനോട് ഒരു കെച്ചപ്പും കൂടി ആയാൽ പിന്നെ പറയേ വേണ്ട. അപ്പോൾ ഞാനിത് ആസ്വദിക്കുന്നത് നമുക്ക് കാണാം. ഫ്രണ്ട്സ് തന്നെ നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. കട്ട്ലറ്റും കട്ടനും എന്തോ ഒരു നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഫ്രണ്ട്സ്. ചൂട് നമ്മുടെ കെച്ചപ്പും. വാ, ഞാൻ നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല, എന്നാലും നിങ്ങൾ മസ്റ്റ് ട്രൈ, വീട്ടിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് കേട്ടോ ഫ്രണ്ട്സ് കട്ട്ലറ്റ്. ചിക്കൻ കട്ട്ലറ്റ് ഏത് കട്ട്ലറ്റ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ ഫ്രണ്ട്സ്. ആദ്യം തന്നെ ചിക്കൻ. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇത്തിരി ഒഴിച്ചെടുക്കാം. ഇത്ര മതി കേട്ടോ ഫ്രണ്ട്സ്. ഇത് നമുക്കൊന്ന് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് പൊളി ഫ്രണ്ട്സ്, പൊളി.
സൂപ്പർ മസ്റ്റ് ട്രൈ കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഈ അവസരം കിട്ടിയതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ തന്നെ വീണ്ടും വരാം. അപ്പോഴത്തേക്കും ഞാൻ സൈനിങ് ഔട്ട്.